ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രുചികരമായ ഗ്രീൻ പീസും കിഴങ്ങും കൊണ്ടുള്ളൊരു കറിയാണ്. അത് ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ കാണാം. അതിനു വേണ്ടി ഞാൻ ഗ്രീൻ പീസ് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അത് കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് വേവിച്ചെടുക്കാം. 1 വിസിലടിച്ചാൽ മതിയാകും. അപ്പോൾ ഇത് വെന്ത് കിട്ടുന്നതാണ്. ഇനി അടുപ്പത്തേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒന്ന് ചുമന്ന് വരുന്നത് വരെയും വഴറ്റാം. ചെറുതായി ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പച്ചമുളകും കുരുമുളക് പൊടി മാത്രം, വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ചിക്കൻ മസാലയോ അല്ലെങ്കിൽ സാധാരണ ഗരം മസാല ചേർത്താലും മതിയാകും. അത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് എണ്ണയിലിട്ട് ചൂടായതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുക. 1 വിസിലടിച്ചപ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നന്നായിട്ടൊരു കൊഴുപ്പ് കിട്ടും. രണ്ട് 3 മിനിറ്റ് നേരം തീയിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ചും കൂടെ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ഏകദേശം വെള്ളമൊക്കെ ഇവിടെ വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. താങ്ക് യു.